ഒരു രാജാവ്, രണ്ട് സുന്ദരിമാർ, ഒപ്പം പുരുവംശത്തിന്റെ വിധി മാറ്റിയ ശാപവും. നഹുഷപുത്രനായ യയാതി ശുക്രാചാര്യരുടെ മകളായ ദേവയാനിയെ വിവാഹം ചെയ്തു. ദേവയാനി നാളുകൾ മുമ്പുണ്ടായ ഒരു തർക്കത്തിലൂടെ തന്റെ ദാസിയാക്കി മാറ്റിയ രാജകുമാരി ശർമ്മിഷ്ഠയോടും മറ്റ് 1000 ദാസിമാരോടുമൊപ്പം യയാതിയുടെ കൂടെ രാജധാനിയിലേക്ക് തിരിച്ചു. ഒപ്പം യയാതി ഒരിക്കലും തനിക്ക് ശർമ്മിഷ്ഠയിൽ അനുരാഗമുണ്ടാകില്ലെന്നും ദേവയാനിയെ മാത്രമേ ഭാര്യയായി സ്വീകരിക്കൂ എന്ന് ശുക്രാചാര്യർക്ക് വാക്കു നൽകിയിരുന്നു. നാളുകൾ കടന്നുപോയി. ദേവയാനി യദു എന്നും തുർവസു എന്നും പേരുള്ള 2 പുത്രന്മാർക്ക് ജന്മം നൽകി. ദേവയാനിക്ക് പുത്രന്മാരുണ്ടായതിൽ അസൂയാലുവായ ശർമ്മിഷ്ഠ രാജാവിൽ നിന്ന് തനിക്കും പുത്രന്മാർ വേണമെന്ന് ഉറപ്പിച്ചു. അതിനായി അവൾ ഉദ്യാനത്തിലെ അശോകമരച്ചുവട്ടിൽ കാത്തിരുന്നു. ആ വഴി വന്ന രാജാവ് ആദ്യം അവളുടെ ആവശ്യം അംഗീകരിച്ചില്ല എങ്കിലും ഒടുവിൽ ശർമ്മിഷ്ഠ ധർമ്മത്തിന്റെ പേരിൽ രാജാവിനെക്കൊണ്ട് സമ്മതിപ്പിച്ചു. അങ്ങനെ ശർമ്മിഷ്ഠയ്ക്ക് യയാതിയിൽ ദൃഹ്യു, അനു, പുരു എന്നീ പുത്രന്മാർ ജനിച്ചു. ഈ വിവരം അവർ ദേവയാനി അറിയാതെ വർഷങ്ങൾ കാത്തുസൂക്ഷിച്ചു. എന്നാൽ ഒരിക്കൽ പിടിക്കപ്പെട്ടു. എല്ലാം തിരിച്ചറിഞ്ഞ ദേവയാനി പിതാവായ ശുക്രാചാര്യരോട് പരാതിപ്പെട്ടു. ശുക്രാചാര്യർ യയാതി അകാലനര ബാധിച്ച് വൃദ്ധനായി തീരട്ടെ എന്ന് ശപിച്ചു. ദേവയാനിയോടുള്ള തന്റെ സ്നേഹവും ഭോഗവും ഇതേവരെ പൂർത്തിയായിട്ടില്ലെന്ന് പറഞ്ഞ് വിഷമിച്ച യയാതിയോട് പുത്രന്മാരിൽ ആരെങ്കിലും ഒരാൾ പിതാവായ യയാതിയുടെ വാർദ്ധക്യം ഏറ്റെടുത്താൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് ശുക്രാചാര്യർ പറഞ്ഞു. 5 മക്കളിൽ ആരായിരിക്കും ആ പുണ്യകർമ്മം ചെയ്തിരിക്കുക?